ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ജാനകി ചെലച്ചയോടും അനാമികയോടും ആയിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ആ ഏട്ടത്തി അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സത്യം നമുക്ക് പുറത്തു കൊണ്ടുവരണേ എന്ന് പറയുമ്പോൾ ജലച്ച ചോദിക്കുന്നുണ്ട്, അവളുടെ പൂജ തുടങ്ങിയോ ആ നയനയുടെ? എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം, എന്നിട്ട് അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കണം എന്ന് പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, എന്താണ് അപ്പച്ചിയുടെ ഉദ്ദേശം? അന്നേരം പറയും, അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതി. ഇതൊക്കെ നമ്മൾ നേരത്തെ അറിയേണ്ട കാര്യമല്ലേ? നമ്മൾ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്, വേറെ വീട്ടിലൊന്നും അല്ലല്ലോ താമസിക്കുന്നത്. ഒരു വീട്ടിലാണ്, ഒരു വീട്ടിൽ തന്നെ മറ്റൊരു മുറിയിൽ നടക്കുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല എങ്കിൽ അത് ശരിയാകില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അറിയണം. അതുപോലെ അബി അവനൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അച്ഛൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ പേരിൽ അവൻ കെഞ്ചിക്കൊണ്ട് നടക്കുകയാണ്. ഇവരുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ മൂടി വെച്ചുകൊണ്ട് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് നേരാ, ശരിക്കും അമ്മയുടെ മോനാണ് അനിയെങ്കിലും അനിയൊക്കെ കഴിവുള്ളത് അബിക്കാണ്, അബിയേട്ടനാണ് ആയിരിക്കും എന്നിങ്ങനെ 3 ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് ജാനകിക്ക് അങ്ങ് കൊള്ളും. അന്നേരം ജാനകി ഈ മോളെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അബിയുടെ സ്വഭാവം, അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ചെലച്ചയാണെങ്കിൽ, ഓ സ്വന്തം മോനെ പറഞ്ഞപ്പോൾ അങ്ങ് പൊള്ളിയല്ലേ, അവൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ആളാണ് ആദർശ്. തെറ്റിൽ മുങ്ങി നിൽക്കുന്ന അവനെ ആ MD സ്ഥാനത്ത് നിന്ന് മാറ്റാനോ എന്തെങ്കിലും ശിക്ഷ കൊടുക്കാനോ അച്ഛൻ തയ്യാറായില്ലല്ലോ, പിന്നെന്തിനാ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇതിലിപ്പോൾ എന്തെങ്കിലും സത്യമുണ്ടോ എന്നത് നമുക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞ് 3 എണ്ണം കൂടെ പൂജാമുറിയുടെ അങ്ങോട്ട് പോവുകയാണേ. അവിടെ ചെല്ലുമ്പോൾ നയന ഭയങ്കരമായിട്ട് ഇങ്ങനെ പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ദേവയാനയാണെങ്കിൽ തൊഴുതിങ്ങനെ പ്രാർത്ഥിക്കുക. അന്നേരം ദേവയാനി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മരുമോളെ മൂടി പിടിപ്പിച്ച വിഘ്നേശ്വരനാണിത്, ഈ വിഘ്നേശ്വരൻ തന്നെ അവളെ എനിക്ക് തന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതായാലും പൂജയെല്ലാം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ജാനകി പറയുന്നുണ്ട്, ഇന്ന് ഈ കള്ളത്തരം മൊത്തം നമുക്കിവിടെ തെളിയിക്കണം കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അതിങ്ങനെ ആരതി ഒഴിയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ തൊട്ട് എഴുതാൻ വേണ്ടി എല്ലാവരും അടുത്തോട് ഇങ്ങനെ കൊണ്ടാണല്ലോ പോകുന്നത്. അന്നേരം മുത്തശ്ശി, ആഹാ 3 എണ്ണം വന്നോ, ഇങ്ങോട്ട് കാണാറില്ലല്ലോ, മിക്ക ദിവസം പൂജ കഴിയുമ്പോഴാണ് 3 പേര് വരുന്നത്, ചില ദിവസം വരാറ് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചെലച്ച പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്, കുറഞ്ഞ പക്ഷം പൂജ ചെയ്യുന്നവരുടെ മനസ്സെങ്കിലും നന്നായിരിക്കണം എന്ന് പറയുമ്പോൾ മോളുടെ മനസ്സിന് എന്ത് കുഴപ്പമുണ്ടായെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം ചെലച്ച് പറയുന്നുണ്ട്, അതല്ല, ഇവിടെ പുറത്തുള്ളവരൊക്കെ പറയാറുണ്ട് ഈ വീടിൻ്റെ അകത്ത് നിധിയുണ്ട്, ഈ പറമ്പിലൊക്കെ നിധിയുണ്ടെന്ന്. ഇന്നാൾ പറമ്പ് കിളച്ച ആൾക്ക് പറമ്പിൽ നിന്ന് സ്വർണം കിട്ടുകയും ചെയ്തു, അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ നിധിയുള്ള വീടാണെന്ന് എല്ലാവരും കരുതിയേക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, ഇതിപ്പോൾ പലരും പല കള്ളത്തരങ്ങൾ മൂടി വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങളിൽ കൂടാരമായ ഒരു വീടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവേനെ ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന്. അന്നേരം ജയലജ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ട്, അത് ഈ വിഘ്നേശ്വരൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഏട്ടത്തി സത്യം ചെയ്തു തരികയും ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ സത്യം ചെയ്തു തരണോ, അതെന്ത് കാര്യമാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഏട്ടത്തി, ഇവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അത് തെളിയിക്കേണ്ടത് ഏട്ടത്തിയുടെ ബാധ്യതയാണ് എന്ന് പറയുമ്പോൾ ദേവേന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ബാധ്യതയോ? നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ കരുതി കൂട്ടി ആലോചിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് എൻ്റെ കടമയൊന്നുമല്ല. ഞാൻ ഇവളെ നിർത്തിയേക്കുന്നത് ആദർശിന് ഇവളില്ലാതെ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇവളോട് എനിക്ക് കൂടുതൽ സ്നേഹമൊന്നുമില്ല എന്നിങ്ങനെ പറയുക. അന്നേരം ജാനകി ഇങ്ങനെ ചോദിക്കും, അങ്ങനെ സ്നേഹമില്ലെങ്കിൽ അത് ഈ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ വെച്ച് ഒന്ന് സത്യം ചെയ്ത് തന്നാൽ മതി, ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയുവാണ്. അന്നേരം അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യണ്ട, അപ്പോൾ സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും ആരുടെയെങ്കിലും തല തൊട്ട് സത്യം ചെയ്യുമെന്ന് ശരിയല്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറയും. അന്നേരം അങ്ങനെ ചെയ്തത് ഇപ്പോൾ എന്താ കുഴപ്പം, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയും. എന്നിട്ട് ജലജയാണെങ്കിൽ ദേവേനയുടെ കൈ എടുത്ത് നയനയുടെ തലയിലേക്ക് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇനി സത്യം ചെയ്യുമെന്ന് പറയും. അന്നേരം ദേവേന ചോദിക്കുന്നുണ്ട്, അങ്ങനെ സത്യം ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അന്നേരം ഞങ്ങൾക്കൊരു വിശ്വാസത്തിന് വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ ഞാൻ സത്യം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ വിശ്വാസമാകുമെന്ന് പറയും. നേരെ ജാനകി പറയുക, ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഏട്ടത്തി ചിലപ്പോൾ കള്ളസത്യം വീണ്ടും ഇടുവെന്നും വേണ്ട. അന്നേരം അനാമിക പറയും, അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഒരു അമ്മമാരെ സ്നേഹിക്കുന്ന മക്കളുടെ തലയിൽ വെച്ച് കള്ളസത്യം ചെയ്യില്ല എന്ന് പറയുമ്പോൾ കള്ളസത്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ സത്യം ചെയ്ത് തന്നാൽ നിങ്ങൾക്കൊക്കെ വിശ്വാസമാവില്ലേ, അതുകൊണ്ട് ഞാൻ സത്യം ചെയ്ത് തന്നേക്കാം എന്ന് പറയും. അന്നേരം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ചുമ്മാ കുട്ടിക്കളി കളിക്കരുത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ദേവയാനി പറയുകയാണ്, ഇവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ആദർശിനേക്കാളും എൻ്റെ ജയനേട്ടനേക്കാളും ഇപ്പം ഞാൻ സ്നേഹിക്കുന്നത് ഇവളെയാണ്, ഇവളെൻ്റെ പൊന്നു മരുമകളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കും.
അവിടെ നിൽക്കുന്ന മൂന്നെണ്ണത്തിൻ്റെ കണ്ണങ്ങ് തള്ളി വരുവേ. അത് കഴിഞ്ഞ് സത്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ മേലാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അനാമികയും ജാനകിയും അതുപോലെ ചലച്ചയെല്ലാം ഇവരെല്ലാം കൂടി ഇങ്ങനെ അന്നേരം ജാനകി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഏട്ടത്തെ എല്ലാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞു എന്ന് കരുതി ഇപ്പോൾ എന്ത് സംഭവിക്കാനായിരുന്നു എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ ഞാനത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ചലച്ച ചോദിക്കുന്നുണ്ട്, ഓ ഇവളെ സ്നേഹിച്ചു തുടങ്ങിയതുകൊണ്ടാണോ ആ കരൾ തന്ന പെൺകുട്ടിയെ അന്വേഷിച്ചുള്ള ആ യാത്രയൊക്കെ നിർത്തിയത്? ഒരിടയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നല്ലോ അവളെ കണ്ടെത്തണമെന്ന്, ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അതെ, ഞാൻ എൻ്റെ മകളെ തിരിച്ചറിഞ്ഞപ്പോൾ, അവളുടെ സത്യാവസ്ഥ, അവളുടെ ആ നന്മ തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് ആ പെൺകുട്ടിയെ അന്വേഷിക്കേണ്ട എന്നിങ്ങനെ മനസ്സിലായത്. സത്യങ്ങളെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ഇതിന് മാത്രം സത്യം എന്താ ഇനിയുള്ളതെന്ന്? അന്നേരം നിനക്കൊക്കെ അറിയണോ ഞാൻ എന്നോട്ടാണ് എൻ്റെ മോളെ സ്നേഹിച്ചു തുടങ്ങിയത് എന്ന് അറിയണോ? ആ കരൾ തന്ന പെൺകുട്ടിയെ ഞാൻ അന്വേഷിക്കാൻ പോകാത്തത് എന്താണെന്ന് നിനക്കൊക്കെ അറിയണോ? അറിയണമെങ്കിൽ കാണിച്ചു തരാം എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മൂന്നിടത്തിനെ അങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ ദേവയാനി. അപ്പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു. പോയി കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ പോകും. അന്നേരം നയൻ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ മുത്തശ്ശിയോട് പറയാണ്, ഓ എല്ലാ സത്യങ്ങളും ഇങ്ങനെ തുറന്നു പറയുണ്ടായിരുന്നു മുത്തശ്ശി എന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കുക, അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? സത്യങ്ങളെല്ലാവരും അറിയട്ടെ, അത് അറിയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ തന്നെ ദേവയാനി പറയുന്നത് മോള് കേട്ടതല്ലേ, മോള് കഴിഞ്ഞിട്ട് അവൾക്ക് ആദർശും ജയനും എല്ലാവരും ഉള്ളൂ. എന്നാൽ അത്രത്തോളം അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്കൊരു പോറൽ വീഴാൻ അവൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് അവരോട് ഇത്രയൊക്കെ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയും. എന്നിട്ട് അവരുടെ അടുത്തോട്ട് ചെല്ലും കേട്ടോ. എന്നിട്ട് ചെല്ലുമ്പോൾ അന്ന് നടന്ന ഒരു അവാർഡ് ഉണ്ടായിരുന്നല്ലോ, ഒരു ഫംഗ്ഷൻ. ആ അവാർഡ് ദാന ചടങ്ങിലാണല്ലോ ഈ സത്യങ്ങളെല്ലാം ദേവയാനി വിളിച്ച് പറയുന്നത്. അന്നേരം അത് ടി വിയിലിടും. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇതുപോലെ ഒരു സന്ദർഭം ഈ വീട്ടിലുണ്ടാകുമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിക്കുന്നത് എന്ന് നിനക്കൊക്കെ അറിയണ്ടേ? എന്നാൽ കണ്ടോ എന്നിങ്ങനെ പറഞ്ഞ് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് കാണാൻ കേട്ടോ, അമ്മയ്ക്ക് ആ ഫംഗ്ഷൻ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമല്ലായിരുന്നോ? അത് ഇന്ന് ഈ ടി വിയിൽ അമ്മയ്ക്ക് കാണാം എന്ന് പറയും. എന്നിട്ട് അന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ പാല് കുടിച്ച് ആശുപത്രിയിലായി തീരെ വയ്യാതെ കിടന്ന എനിക്ക് കരൾ തന്ന് സഹായിച്ചത് എൻ്റെ മരുമകളാണ്. അന്നാണ് ഞാൻ എൻ്റെ മരുമകളുടെ സത്യാവസ്ഥ മനസ്സിലായത്, അന്നാണ് ഞാൻ അവളുടെ നന്മ തിരിച്ചറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറേ പ്രസംഗമൊക്കെ നടത്തിയതിന് ശേഷമാണല്ലോ കെട്ടിപ്പിടിച്ച് ഇഷ്ടമാണ്, നയനേനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. ആ കാര്യങ്ങളെല്ലാം എല്ലാവരും ഇങ്ങനെ കാണുന്നു. അത് കണ്ടു കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര അതിശയമാണ് കേട്ടോ. ഏതായാലും അത് ഓഫ് ചെയ്തതിന് ശേഷം ദേവേനി പറയുന്നുണ്ട്, നിനക്കൊക്കെ സത്യാവസ്ഥ അറിയണമെന്നായിരുന്നല്ലോ, ഇപ്പോൾ അറിഞ്ഞില്ലേ? ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മരുമകളെയാണ്. ആശുപത്രിയിൽ കരൾ പോയി ആ മരണത്തോട് മല്ലടിച്ച് കിടന്ന് എനിക്ക് കരൾ തന്ന് സഹായിച്ചത് എൻ്റെ ഈ നിൽക്കുന്ന എൻ്റെ മരുമകളാണ് എന്ന് പറയാണ്. ഇതെല്ലാം അറിയുമ്പോഴേക്ക് ആകെ വിഷമമാകും കേട്ടോ ഈ 3 പേർക്കും. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇത് മൂടി വെച്ചത് നടന്നുകൊണ്ട് ഞങ്ങൾക്കൊരു ശ്വാസമുട്ടലായിരുന്നു. എൻ്റെ മോളെ എനിക്ക് നിങ്ങളെ ആരും കാണാതെ സ്നേഹിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് ഏതായാലും നിങ്ങൾ മാറ്റി തന്നല്ലോ. എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനുള്ള അവസരം നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയല്ലോ. അതുകൊണ്ട് നന്ദിയുണ്ട് എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ജലജയുടെ അടുത്തോട്ട് ഇങ്ങനെ പോയി ജലജയുടെ കഴുത്തിൽ ഇങ്ങനെ മുറുക്കി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നിനക്കിനി എന്താടി അറിയണ്ടേ? ഞാൻ സത്യം പറയണമെന്നല്ലായിരുന്നോ നിന്റെ നിർബന്ധം? ഇപ്പം ഞാൻ സത്യം പറഞ്ഞില്ലേ, ഇനി നിനക്ക് എന്താ അറിയണ്ടേ? ഇനി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ മരുമകളെയാണ്. ഇനി അവളെ ഒന്ന് നുള്ളി നോക്കിയാൽ പോലും ഞാൻ ആരെയും അനുവദിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും. നേരെ ജലജ ഇങ്ങനെ ചോദിക്കും, അതിന് ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സത്യം ചെയ്ത് തരാനല്ലേ പറഞ്ഞുള്ളൂ, അതിന് കാരണമുണ്ട്, ഇതൊന്നും മൂടി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയും. നേരെ മുത്തശ്ശി പറയുന്നുണ്ട്, അതങ്ങനെ നിന്നോടൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം മറ്റുള്ളവരോട് പറയുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് സന്തോഷം തോന്നുന്ന കാര്യമായിരിക്കണം. അത് അങ്ങനെയല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും 3 എണ്ണത്തിൻ്റെ മുഖം അങ്ങ് മങ്ങുവേ. അന്നേരം ദേവയാനി അനാമികയോടായിട്ട് ഇങ്ങനെ പറയാണ്, മോളെ നിന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. എൻ്റെ മരുമകളുടെ അത്രയും സത്യസന്ധതയും മനസ്സിൻ്റെ നന്മയും ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ ഒരു മരുമോളെ ഇനി ആർക്കും കിട്ടാനും പോകുന്നില്ല. കാരണം അവൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും മാത്രമേ എൻ്റെ മകൾ നോക്കാറുള്ളൂ. ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അവൾ ഓരോന്നും ചെയ്യുന്നതും പറയുന്നതും ഒക്കെ. അങ്ങനെ പലത് ക്ഷമിച്ച് സഹിച്ചും ഒക്കെയാണ് എൻ്റെ മോൾ മുന്നോട്ട് പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഇതുപോലൊരു മരുമകളെ ഇനി ആർക്കും കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മകളെ ഇനി ഒന്ന് നുള്ളി നോക്കാൻ പോലും, എൻ്റെ മുന്നിൽ വെച്ച് അവളെ ഒന്ന് വേദനിപ്പിക്കാൻ പോലും ഞാൻ ആരെയും അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തും കേട്ടോ ദേവയാനി നയനെ. എന്നിട്ട് എല്ലാവരോടുമായിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നയനയെ കൊണ്ട് അങ്ങോട്ട് പോവുക കേട്ടോ. അന്നേരം എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുകയാണ്. ഏതായാലും നയനയും ദേവയാനിയും ഇങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇപ്പോൾ നന്നായിട്ട് തൃപ്തിയാണല്ലോ, ഒരു പാൽപ്പായസം കിട്ടിയ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തില്ലേ, ഏതായാലും നല്ല കാര്യം എന്നിങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അന്നേരം ഇതൊന്നും സഹിക്കാൻ മേലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ദേഷ്യവും കുശുമ്പും എല്ലാം ഇങ്ങനെ കൂടെ കൂടി ഇങ്ങനെ അടുത്ത് എന്താ പാര വെക്കണം എന്നിങ്ങനെ ഓർത്തിരിക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു തകർപ്പൻ എപ്പിസോഡുമായിട്ട് നാളെ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.